എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL. കൊടുങ്ങല്ലൂരിൽ ജുമാ മസ്ജിദ് വളപ്പിൽ അതിക്രമിച്ചു കയറി മരങ്ങൾ വെട്ടിനശിപ്പിച്ചു. ഉഴുവത്തുകടവ് തഖ്വ ജുമാ മസ്ജിദിൽ ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. പള്ളിപ്പറമ്പിന്റെ അതിർത്തിയിലുള്ള മരങ്ങളാണ് വെട്ടിനശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പള്ളിയുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഇക്ബാലിന്റെ മകൻ ആദിലിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ വെട്ടിനശിപ്പിച്ചതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. തഖ്വ ജുമാ മസ്ജിദിലെ നടന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 3 മണിയോടുകൂടി നടന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ ബക്രീദിൻ്റെ മുടക്കായിട്ട് ഉസ്താദുമാർ ലീവിലാണ്. ഇവിടെ ആരുമില്ലാത്തൊരു സമയത്ത് നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള പള്ളിയോട് ചേർന്ന് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ഇക്ബാലും അദ്ദേഹത്തിൻ്റെ മകൻ ആദിൽ ഇക്ബാലും ചേർന്ന് പുറത്തുനിന്ന് ആളിറക്കി പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. തർക്കത്തിൽ നിൽക്കുന്ന മരമാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആരില്ലാത്ത സമയം നോക്കിയിട്ട് പള്ളിയിൽ കയറി അവർ അതിക്രമിച്ച് കടന്ന് കയ്യൂക്ക് കാണിച്ച് ഒരു പൊതു സ്ഥാപനത്തിൻ്റെ മരങ്ങൾ മുറിക്കുകയാണ് ചെയ്തത്. കുറച്ച് സാമ്പത്തികമായും ഉള്ളു എന്നുള്ളതിൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉഴുവത്തുകടവിലെ ജനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഇതിന് പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് വന്ന് ഇതിൻ്റെ പ്രാഥമിക നടപടികളൊക്കെ ചെയ്തിട്ടുണ്ട്, എൻക്വയറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇതൊരു പൊതു സ്ഥലമാണ്. ഇതിൽ നമുക്കൊരു ആളുടെ വീടിന് തടസ്സമായി നിൽക്കുന്നതാണ് ആൾ പറയുന്നത്. സത്യത്തിൽ ഇവിടെ നോക്കിയാൽ അറിയാം, അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. ആ മരം അവിടെ ഉള്ള സമയത്താണ് ആൾ അവിടെ സോളാറിൻ്റെ പാനൽ വെച്ചത്. ആ മരം കാരണം ആൾക്ക് സോളാറിൻ്റെ ലൈറ്റ് കിട്ടണില്ല. അതുപോലെ തന്നെ ആ മരം വളർന്നതിൻ്റെ പേരിൽ ആളുടെ മതിൽ പൊളിയാണ്, അയിനിച്ചൊക്കെ വീണ്. ഇതൊക്കെയാണ് ആൾ പറഞ്ഞ പരാതിയാണ്. ഇതിന് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശക്തമായ നിയമ നടപടി ഉണ്ടാവണമെന്നാണ് പള്ളി കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. മരങ്ങളെ ചൊല്ലി അയൽവാസിയും പള്ളി കമ്മിറ്റിയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സംഭവം നടന്നത്. പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിന്മേൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.